go, rip, switch, chain, go, rip, pitch, pitch. Come on. And last one here. Guys, serious now, center kata. Guys, sheet aside. Sand, chain. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനത ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെക്കേഷൻ ക്ലാസ്, അവധിക്കാലം നമ്മുടെ കുട്ടികളെ പല രീതിയിലുള്ള ആക്ടിവിറ്റികളിലും പാരന്റ്സ് എന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൽ മാർഷ്യൽ ആർട്സിൽപ്പെട്ട പ്രത്യേകമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് കരാട്ടെ എന്ന് പറയുന്നത്. കരാട്ടയിൽ പ്രധാനപ്പെട്ട പല സ്റ്റൈലുകളുമുണ്ട്, പല സ്റ്റൈലുകളും പലരും അഭ്യസിക്കുന്നുണ്ട്. എന്നാൽ അതിലെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഷിട്ടോറിയോ സ്റ്റൈൽ, അഥവാ ഗോജിരിയോ, വഡോരിയോ, ഷോട്ടോക്കൻ, അങ്ങനെയുള്ള പല സ്റ്റൈലുകൾ ഉണ്ടെങ്കിലും അതിൽ ലാസ്റ്റ് വേർഷൻ ആണ് ഷിട്ടോറിയോ. ഈ ഷിട്ടോറിയുമായി ബന്ധപ്പെട്ട് ഒരു ഷിട്ടോറിയോ അസോസിയേഷൻ നടത്തുന്ന കരാട്ടെ ഗ്രേഡിംഗ് ടെസ്റ്റിന്റെ ഒരു ക്യാമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കോളം ടർഫിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ധാരാളം കുട്ടികൾ രാവിലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇതിന്റെ പല സ്ഥാപനങ്ങളിൽ നിന്നും എത്തിയ മുതിർന്ന അധ്യാപകരും അതോടൊപ്പം തന്നെ ഇതിന്റെ സ്കോളേഴ്സും പല ഗ്രേഡിന് അറ്റൻഡ് ചെയ്യുന്ന പല കുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ലൈവിന്റെ കാഴ്ചയിലേക്കാണ് ഫേസ്ബുക്ക് പേജിൽ ലൈവ് നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് നമുക്കിത് ഇൻസ്റ്റാഗ്രാമിൽ അതോടൊപ്പം തന്നെ യൂട്യൂബിലൂടെ. എന്തായാലും രാവിലെ തന്നെ പല കുട്ടികളും ഈ ഗ്രേഡിംഗിൽ അറ്റൻഡ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അഥവാ കളർ ബെൽറ്റ്, യെല്ലോ ബെൽറ്റ് മുതൽ ബ്ലാക്ക് ബെൽറ്റ് വരെയുള്ള ഗ്രേഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത് നമുക്ക് അറിയാൻ സാധിച്ചു. എന്തായാലും ഇതിന്റെ ഏകദേശ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിന്റെ സംഘാടകരോടും അതോടൊപ്പം തന്നെ മാസ്റ്റേഴ്സിനും നമുക്ക് ചോദിക്കാനുണ്ട്. പല സ്റ്റൈലുകളിലും പോലെ തന്നെ എല്ലാത്തിനും ഓരോ പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് അറിയാം. എന്നാൽ ലേറ്റസ്റ്റ് വെർഷനായ ഷിട്ടോറിയോ, അതിന്റെ ഏക സംഘടനയായ ഒരു ഓൾ ഇന്ത്യ ഷിട്ടോറിയോ കരാട്ടയുടെ ഒരു തലസ്ഥാന നഗരിയിൽ നിന്നുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രേഡിംഗ് ടെസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ സ്കോളേഴ്സ് ആണെങ്കിൽ കാണാൻ സാധിക്കും ലൈവ്. ധാരാളം കുട്ടികൾ ഇപ്പോൾ തന്നെ ഇതിൽ മാറ്റുരയ്ക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഒരു കാഴ്ച കണ്ട് അവരോട് ചോദിക്കാം. ഓൾ ഇന്ത്യ ഷിട്ടോറിയോ കരാട്ടെ ആരോ നടത്തുന്ന ഗ്രേഡ് ടെസ്റ്റാണ്, 2024 ഗ്രേഡ് ടെസ്റ്റാണ് ഈ കോവളം ടർഫിൽ വെച്ച് നടക്കുന്നത്. ധാരാളം കുട്ടികൾ ഇതിലിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതിന്റെ മെയിൻ നേതൃത്വം നൽകുന്ന നല്ല മച്ചാൻ വൈകി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിന്റെ ഷിട്ടോറിയോയുടെ തന്നെ ഇപ്പോ മാസ്റ്റർ, ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് ഉള്ളത്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇപ്പോൾ അസോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ശശിധരൻ മാഷാണ് ഇപ്പോൾ അദ്ദേഹം നേതൃത്വം നൽകി ബ്ലാക്ക് ബെൽറ്റ്സിനുള്ള പ്രാക്ടീസ് നൽകുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിന്റെ ഗ്രേഡിംഗ് ടെസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രസ്സതായാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഈ ഒരു ഗ്രേഡിംഗ് ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് ഇതിന്റെ സ്കോളേഴ്സിനോട് ചോദിക്കാനുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഷിട്ടോറിയോ ഡാൻ ഗ്രാൻഡ് ബെൽറ്റ് ഇവിടെ 2024 ഈ ഒരു കോവളം ടർഫിൽ നടക്കുന്നത്. പല വെർഷനും കരാട്ടയ്ക്ക് വേണ്ടി ഉണ്ടെങ്കിലും അതിലെ ലേറ്റസ്റ്റ് വെർഷനാണ് ഷിട്ടോറിയോ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ മാർഷ്യൽ ആർട്സിന്റെ പ്രത്യേകത നൽകുന്നത്, കരാട്ടയുടെ പ്രത്യേകത നൽകും ലേറ്റസ്റ്റ് വെർഷനായിരിക്കും ആളുകൾ നോക്കുന്നത്. എന്നാലും ഈ ഒരു ഗ്രേഡിംഗ് ടെസ്റ്റ് 2024 ഗ്രേഡിംഗ് ടെസ്റ്റ് ഇവിടെ കോവളം ടർഫിൽ നടക്കുമ്പോൾ എന്താണ് കാണുന്ന പ്രേക്ഷകരോട് ഇവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സിനും അതോടൊപ്പം തന്നെ നേതൃത്വം നൽകുന്നതും നമുക്ക് പറയാനുള്ളത്? നമുക്ക് എന്തായാലും ചോദിക്കാം. ഓക്കെ, മലയാള ജനത ന്യൂസിലെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് ഒരു കാരണം ഇപ്പൊ ഈ ഒരു വെക്കേഷൻ ടൈം പല ആളുകളും നോക്കുന്നത്, കാരണം എന്തെങ്കിലും ഒരു മാർഷ്യൽ ആർട്സിലേക്ക് കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പല സ്റ്റൈലുകളും നിൽക്കുമ്പോൾ ഷിട്ടോറിയോക്ക് പ്രത്യേകത കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു ഗ്രേഡിംഗ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇംഗ്ലീഷ്, മലയാളത്തില് ക്വസ്റ്റ്യൻ ഞങ്ങൾക്കറിയാം, അതാണ് ഇംഗ്ലീഷിൽ നിന്ന് പറയാ. ഇംഗ്ലീഷിലായിരിക്കും മറുപടി പറയാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ യുവർ All India Shitorio Karate Do Union. We have a affiliation branch from all over the country. Almost 23 states we have a affiliation, and we have formed the All India Shitorio Karate Do Union. Like that, Kerala State Shitorio Karate Association is there, for which Sansai Madhu Sansai is the president, and Sansai Anil Kumar is the general secretary, and we have affiliates
like Ranjit Sansai is our athlete, and Sansai Saju Madhavan is our athlete, and he's also the Asian Karate Federation referee, and he's Anil Dominic from Pathanpit, and he's Shashi Sansai Master. He is a chief technical advisor, is a chairman of the All India Shitoria Karate Union. He is the only person who has obtained the 7th degree black belt from the World Shitoria Karate Federation in India. Okay, and we have Pradeep, the senior master from here, and we have Saju Paul. He's also one of our athlete and Asian Karate Federation referee. And we have Sansai Ulas and Sansai Prabhakar. They are also the affiliated members of our association, and this association is very strong, directly affiliated with the Karate India organization, which is a national body. Okay, where I was vice president. For this election, I have not filed my nomination. I'm a senior most member and advisor also. I'm also the director of the World Shitoria Karate Federation from Asia and Asia Pacific region. Okay, this is the basic structure of our federation. Okay, Parents were to support in karate. This is a vacation time. yeah, definitely. Without the support of the parents, these students would have been joined karate at all. That's why while addressing the youth, I have thanked the parents first. So making joining their children to learn karate, they are teaching the children the discipline and sound body, sound mind, sound spirit. They are letting their children to learn. And karate means automatically courage and confidence. What's the difference on the style on Shitorio and Gojiro Shoto? We have four major styles in the world: Shitoryu, Gojuryu, Wadoryu, Shotokan. And we have many other styles also. But these four styles are the major world style. And Shitoryu is the world's most popular style. Shitorio. Yes. We have in American countries, American Shitoryu Karate Federation, Pan American Shitoryu Karate Federation, and Asian Shitoryu Karate Federation, and Asian Pacific Shitoryu Karate Federation, South African Shitoryu Karate Federation, and is a very strong body. Every body is affiliated to the World Shitoryu Karate Union Federation. I am representing India for the World Shitoryu Karate Federation. Okay. How many participants in this state or? Participation in Kerala, fantastic. In Kerala, we have 14 districts. All the 14 districts, we have Shitoryu Karate. All the 14 districts, we have Shitoryu Karate. Shitoryu Karate in India is very strong. So under the various masters here. Okay. Masters is power. Masters is our power. There's no doubt. And we have a major, even the state president, Kyo state president, Sansai Ramdayal Sen. Ramdayal Sansai, he also appreciate our body. Supporting you also. Yeah, we are also supporting. You might have seen in the last I know. 2-3 camps, and Bharat Sharma, the recently elected president of the Kyo, when he has come to Trivandrum, you are there. Yeah. So how much of our students has taken part in the Kumite seminar. Yeah. So we are very active, and our boys are taking part in the National Karate Championship, and this is the thing. And July 11, 12, 13, 14, we have a national training camp, and July 14, because the strength of Shitoryu in Kerala, in all the 14 districts, is so strong. So we thought of inviting the president of the World Shitoryu Karate Federation, Sansei Zenzo Iwata.
Iwata. We are inviting Kenzo Iwata Sansai. He is the president of the World Shitorio Karate Do Federation. We are inviting him. And also we are inviting the chief Soke, governor Soke Mabuni Sansai. He is a founder of Shitorio. No doubt he is a third generation father and forefathers. They are the founders of Shitorio. He is one of their son, the only living son of Kennai Mabuni. He is Kenyu Mabuni. So, son of Kennai Mabuni. So we are inviting him. First time to Kerala. See, Shitorio is practicing in India right since 1980. പ്ലേസ് യു ആർ കമ്മിങ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് അല്ലേ Seminar. They are conducting a one-day seminar here. So all the 14 districts and the seniors only, not to everybody. The place will not be enough, It will be overcrowded. Only for the seniors they are conducting the seminar. So on the 14th of July, Sunday, we are already settled, engaged, decided to conduct the national seminar. Their place in Jimmy Jump Stadium in Trivandrum. And one more seminar, we are hosting it in Trichinapalli of Tamil Nadu. The second seminar will be in here. And the last time we had a seminar in Bangalore, we had a seminar in Delhi, and many places like that. First time, both the masters together, they are coming down to Kerala on the 14th. Okay, what the message and see the parents or Parents, see, I told them, karate is a universal. It is not something very hidden art. It is fully exposed. It's a universal. And moreover, all youngsters, the need of the hour is proper building of the youths. And this country, 62% of the populations, they are the youths. All the countries have every resources. They have gold, silver, and iron ore, and coal. Every resource they have. But the country which have the human resources, only India. That also 62% of the population below the age of 40. So this is our power. That's why India is growing. Even in the entire globe, all the countries are facing the economical crisis, economical recession. But for India, there is no recession because of the youth power. So we are building the youth power. Not only they are learning karate, I am thankful to the parents, especially father, mothers, guardians, so sending their children to build the youth power and make a perfect citizens of this country, India. Okay, thank you, sir. ഇപ്പൊ ഇതിൽ ഈ ഒരു ക്യാമ്പ് ഗ്രാൻഡ് ടെസ്റ്റ് എത്ര കുട്ടികൾ എവിടെ നിന്നൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഇത് കേരളത്തിലെ ഞങ്ങളുടെ എല്ലാ സ്കൂളിൽ നിന്നുള്ള പിള്ളേർ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 200 കുട്ടികൾ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഏതൊക്കെ ജില്ലയിൽ നിന്ന്? ജില്ല കോഴിക്കോട് ജില്ല, പിന്നെ കൊല്ലം, കാസർഗോഡ്, പിന്നെ കണ്ണൂര്, അങ്ങനെ കേരളത്തിൽ ഒത്തിരി എല്ലാ ജില്ലകളിൽ നിന്നും പങ്കെടുക്കുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളുടെയും അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഷിറ്റോറി ബോഡിയുടെ ടെക്നിക്കൽ സെമിനാറും ബ്ലാക്ക് ബെൽറ്റ് ഡാൻ ഗ്രേഡിങ്ങും ഓൾ ഇന്ത്യ ഷിറ്റോറി കരാട്ടെ ഫെഡറേഷൻ ഡാൻ ഗ്രേഡിങ്ങുമാണ് നടക്കുന്നത്. അത് ബാക്കിയുള്ള സ്കൂളുകൾ നടത്തുന്നത് പോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് അങ്ങനെ നടത്തുന്നതല്ല, സെലക്ടഡ് മെമ്പേഴ്സ് മാത്രമാണ്. ഞങ്ങളുടെ ഓരോരുത്തരെയും ക്ലബ്ബിൽ 100 കണക്ക് കുട്ടികൾ വരാനുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് സെലക്ട് ആയിട്ട് കുട്ടികളെ മാത്രമാണ് ഇതിൽ പങ്കെടുപ്പിക്കുന്നത്. ഒരു ദിവസം മാത്രമാണ് നടക്കുന്നത്? ഒരു ദിവസം. എങ്ങനെയാണ് സെമിനാറിനെ കുറിച്ചുള്ള അഭിപ്രായം? സെമിനാർ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു. ഈ സെമിനാറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 2 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, ജൂലൈ മാസം 14-ാം തീയതി ഷിറ്റോറിയുവിന്റെ സോക്കെ കെന്യു മബിനി സെൻസയും അതുപോലെ തന്നെ എൻ്റെ പ്രസിഡന്റ് ജൻസോ ഇവാത്ത പങ്കെടുക്കുന്ന സെമിനാറിന് മുന്നോട്ടിയുള്ള പ്രിപ്പറേഷൻ. 2,
നവംബർ മാസം 27 മുതൽ ഡിസംബർ 2 വരെ നടക്കുന്ന ഏഷ്യൻ പസഫിക് ഷിറ്റോറിയോ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന 2 ഉദ്ദേശം. കഴിഞ്ഞ WSKFന്റെ ചാമ്പ്യൻഷിപ്പിൽ നിരവധി മെഡലുകൾ കേരളത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ആ കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശം കൂടി ഇതിനുണ്ട്. ഒരു ജെനുവിനായി നടക്കുന്ന പ്രോഗ്രാമാണ്. ജെനുവിൻ അസോസിയേഷൻ നടത്തുന്ന ജെനുവിൻ പ്രോഗ്രാമാണ് എന്നുള്ള പ്രത്യേകത കൂടി നടത്തുന്നത്. എന്തായാലും മലയാള ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ ഈ പറഞ്ഞതുപോലെ ഗ്രേഡിംഗ് ടെസ്റ്റ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർഷൽ ആർട്സിന്റെ ഭാഗമായുള്ള കരാട്ടെ, അത് പല സ്റ്റൈലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷോട്ടോക്കാൻ, ഷിറ്റോറിയോ, ഗോജൂരിയോ, ഇവിടെ ലാറ്റസ്റ്റ് വെർഷനാണ് ഷിറ്റോറിയോ എന്ന് പറയുന്നത്. ക്യാമ്പും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഗ്രേഡേഴ്സും സെലക്ടഡ് ആയ കുട്ടികളെ മാത്രമാണ് ഇവിടെ പങ്കെടുപ്പിക്കുന്നത്. ഇതിന്റെ ഒരു സെമിനാറാണ് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഗ്രേഡിംഗ് ടെസ്റ്റ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ, കാരണം സ്റ്റൈലുകൾ പലതാണെങ്കിലും ചെയ്യുന്ന പെർഫെക്ഷൻ, കാരണം നല്ലൊരു യങ്ങേഴ്സിന്, നല്ലൊരു യൂത്തിനെ വാർത്തെടുക്കാൻ സാധിക്കും കരാട്ടെ വഴി, മാർഷൽ ആർട്സ് വഴി. പ്രത്യേകിച്ച് ഇതേപോലെ സ്റ്റൈലുകൾ പലതാണെങ്കിലും മികച്ചു നിൽക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ എന്ന നിലയ്ക്കുള്ള ഷിറ്റോറിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കും മുമ്പ് നമ്മൾ ടെലികാസ്റ്റ് തന്നെ മനസ്സിലാക്കുന്നത്. എന്തായാലും ക്യാമ്പിനിടയ്ക്ക് എന്തായാലും അത് മാത്രമാണ് ലക്ഷ്യം, വേറെ ഒന്നിലേക്കും പോകാറില്ല. അത് എന്തായാലും ഒരു ലൈവ് ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാനും പറ്റില്ല. എന്നാലും ഈ കാണുന്ന പ്രേക്ഷകരോട് നമ്മുടെ കരാട്ടയെ കുറിച്ച്, കാരണം പ്രത്യേകിച്ച് ഇപ്പോഴൊരു തലമുറ ലഹരിക്ക് മറ്റൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പല രീതിയിലും പോകണം. അവർക്ക് ഒരു നല്ലൊരു സ്ട്രോങ് ബോഡിയാക്കി, അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എങ്ങേഴ്സ് മാറ്റാൻ എന്താണ് പേരൻസിനോട് കരാട്ടെ? പാരന്റ്സിനോട് അവർ കാശ് ചെലവാക്കാൻ തയ്യാറാ, എവിടെ വിളിച്ചുകൊണ്ട് എന്ത് പ്രാക്ടീസ് ചെയ്യാനും തയ്യാറാ. എന്നാൽ പിള്ളേർക്ക് അതിനുള്ള താല്പര്യം കുറവാണ്. ഇതാണ് അതിന്റെ പ്രശ്നം. ഇൻസ്ട്രക്ടേഴ്സ് പറഞ്ഞു കൊടുത്താൽ ചെയ്യും, അടുത്ത ദിവസം മറന്നിട്ട് വരും. അത് തന്നെ ഹോംവർക്ക് ഇല്ലാതെ പ്രശ്നം. സ്കൂളിൽ അങ്ങനെയല്ല, എഴുതി കൊടുത്ത പാഠത്തിന് എഴുതണം, കൊണ്ടുപോയില്ലെങ്കിൽ അടി കൊടുക്കും, അല്ലെങ്കിൽ വീട്ടിൽ പിടിച്ചയക്കും, അല്ലെങ്കിൽ ഫൈൻ ഇടും. കരാട്ടയിൽ അങ്ങനെ ആരും ഇടുന്നതില്ല. പിന്നെ കുറെ കഷ്ടപ്പെട്ട് എടുക്കുന്ന ഇൻസ്ട്രക്ടർ എടുത്ത് ആരും പോവുകയില്ല, അത് തീർച്ചയാണ്. എറിയാൻ അറിയുന്നതിന്റെ വടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞോ? ഓടുന്ന പട്ടി എറിയാനും വയ്യ, എറിഞ്ഞ കല്ല് എടുക്കാനും വയ്യാത്ത രീതിയിലാണ് നമ്മളെ സീരിയൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ വെച്ചാൽ ഈ പിള്ളേരെ ഉത്സാഹിപ്പിച്ച് നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നല്ലാതെ അവർ വേറെ ഒന്നും അറിയില്ല. പിന്നെ ഏകദേശം ഇപ്പോ കരാട്ടെ അനുസരിച്ച് വരുമ്പോഴേ ഈ ലഹരിയുടെ പ്രധാനങ്ങളോ പാർട്ടികളൊക്കെ കുറവാണ്. ഇതിനകത്ത് അധികം കയറ്റാനില്ല. എന്നുവെച്ചാൽ ഞാൻ വെള്ളമടിക്കാറില്ല, സിഗരറ്റ് പിടിക്കാറില്ല, മറ്റേടാ ഒന്നുമില്ല. അപ്പൊ എന്റെ പിള്ളേർ എന്ത് ചെയ്യും, ഞാൻ അതുപോലെ ഫോളോ ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സ്കൂളിനകത്ത് ആൾക്കാരില്ല, ഒരു 8 പേരോ 10 പേരേ ഉള്ളൂ. ഞാൻ അത് തീർച്ച, അത് യാതൊരു സംശയമില്ല. എന്നെ അറിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവർക്കും അറിയാം. ഒരു പയ്യൻ ഒരു ഗ്രീൻ ബെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ 30 കട്ടാ ചെയ്യും. ആർക്കും അവിടെ ഇതില്ല, ലിമിറ്റ് ഇല്ല. പഠിക്കുന്നവൻ പഠിച്ചു പൊയ്ക്കോ. ബെൽറ്റ് ഗ്രേഡിംഗ് അല്ല, വെറുതെ ബ്ലാക്ക് ബെൽറ്റ് കെട്ടിയാണോ പട്ടി കടിക്കണേ? അതൊന്നും എറിയുന്നവന് എങ്ങനെ എറിയാം, അടിക്കുന്ന സീറ്റ് ഫൈറ്റ് ചെയ്യുന്ന ഇതിനേക്കാൾ ബാങ്കിനായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവര് റെഡ് ബെൽറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. നമ്മളുടെ ഒരു ഗ്രേഡിങ്, നമ്മുടെ ഒരു മൂവ്മെന്റ്, നമ്മുടെ പരിചയം. എന്നാൽ ഇതിൽ എനിക്ക് അറിഞ്ഞെടുത്തോളം എന്ന് വെച്ചാൽ, ഞാൻ സമ്പാദിച്ച എന്റെ സീനിയർ സ്റ്റുഡന്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ബെസ്റ്റാ മനോജ് കുറുക്കുട്ടെ. അത് ആരും നമുക്കറിയണ്ട, നമ്മളുടെ അനുസരണ എങ്ങനെ ഉണ്ടോ അത് അനുസരിച്ച് അവർ ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. നമ്മൾ റോൾ മോഡലായി മാറുക കുട്ടികൾ. തീർച്ചയായിട്ടും. ഇപ്പൊ ഏകദേശം അറിയാം, ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്നിടത്ത് അധികം മിണ്ടില്ല, എനിക്ക് അദ്ദേഹം പറയുന്ന അറിയാം. അങ്ങനല്ല, പഠിച്ചതിനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കർത്തവ്യമേ എനിക്കുള്ളൂ. എനിക്ക് വേറെ ഒന്നുമില്ല. പൈസയുടെ പുറത്തൊന്നും കളിയൊന്നുമില്ല. പഠിച്ചതിനെ പഠിപ്പിച്ചു കൊടുക്കുക. ഇനി ഒരു 2 വർഷമോ 3 വർഷമോ പോകണമെങ്കിൽ അതിന് ആരെങ്കിലും തീർച്ചയായിട്ടുണ്ടെങ്കിൽ മുകളിൽ കയറി പോട്ട്. ഇപ്പൊ ഞാൻ പോകുമ്പോഴേ കൊണ്ടുപോയി ആരെങ്കിലും കൊടുക്കാൻ പോണ ഇല്ല. ഏത് ഫോറിൻ മാസ്റ്റർ എടുത്ത് പഠിച്ച, ഫോറിൻ മാസ്റ്റർ പോകാൻ സഹായിച്ച ആദ്യത്തെ ആള് സെൻസായി, മറ്റാ സെൻസായ. എന്നുവെച്ചാ എല്ലാവരും പറഞ്ഞെന്ന് പറഞ്ഞ് ഹാങ്കാങ്ങിൽ പോകാൻ പറഞ്ഞേ, ഞാൻ പോകുമ്പോൾ മെഡ്രാസ് എയർപോർട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ കൂടെ ഉള്ള കരാട്ടെ ആരുമില്ല. സെൻസായോട് പറഞ്ഞ് സെൻസാർ നീ പോയിക്കോ, ഒരു കുഴപ്പമില്ലടോ എന്ന്. അതിന് ഫുൾ സപ്പോർട്ട് ചെയ്തത് സെൻസായി. അവിടെ ചെന്നപ്പോൾ ജാർജിലാൻ സെൻസായി, വാങ് സെൻസായി. ഇന്ന് അവരുടെ ചെല്ലപ്പിള്ളയാണ് നമ്മൾ. വയസ്സിരുന്നാലും എന്ത് കാര്യം എന്ന് വെച്ചാൽ, ഈ വയസ്സിൽ നീ ചെയ്യുന്നുണ്ട്, നീ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊരു മര്യാദയുണ്ട്, മതിപ്പുണ്ട്. ഒൺലി പ്രാക്ടീസിനെ വെച്ച് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പടത്തിന്റെ പുറത്ത് ഇംഗ്ലീഷ് അറിയില്ല, ചെറിയ ഇംഗ്ലീഷായിട്ട് രക്ഷപ്പെട്ടു പോണതേ ഉള്ളൂ. ബെൽറ്റിനപ്പുറം പ്രാക്ടീസ് ആണ് വേണ്ടത്. അത് തീർച്ചയാ. ഇത് അഴിച്ചു വെച്ചാലും ചെയ്യാം, ഇത് അഴിച്ചു വെച്ചാലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ചെയ്യുന്നതിന് പ്രത്യേകിച്ച് അവരുടെ തലച്ചോറിനകത്ത് കയറ്റണം. ഒരു പഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാ ചെയ്യണം, എവിടെ ചെയ്യണം, ഏത് നേരത്ത് ചെയ്യണം. രാവിലെ വയറ്റ് കുത്തി അവൻ ചാവും, വയറ്റിനകത്തൊന്നും കാണില്ല. ഉച്ചനേരത്ത് ചോറിനൊപ്പോഴും അടിച്ചാൽ അപ്പോഴും അവന് പ്രശ്നമാണ്. വൈകുന്നേരമായി തലയ്ക്ക് ഒരു അടിക്കുകയാണെങ്കിൽ സേപ്പാക്കട്ട മൂവ്മെന്റ് ആണെങ്കിൽ തല ഇറങ്ങി തറയി വീഴും. അങ്ങനെ അകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇന്നൊരു സമയം നമുക്ക് കാണാം, കാര്യം പറയാം. ഓക്കെ, ഏതായാലും തനി നാടൻ ശൈലിയിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. അഥവാ ഈ പറഞ്ഞതുപോലെ ബെൽറ്റ് കൂടുതൽ കെട്ടുക അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൂടുതൽ വാങ്ങുക എന്നുള്ളതല്ല, മറിച്ച് ഡെയിലി അത് പ്രാക്ടീസ് നമ്മൾ ഉണ്ടാകുക എങ്കിൽ നല്ലൊരു യുവത്വം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് കരാട്ടയെ കുറിച്ച് പറയാനുള്ള. നേരത്തെ നമ്മൾ കരാട്ടെ ഇൻസ്ട്രക്ടർ നിലയ്ക്കും ഞാനും അത് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് എല്ലാ കരാട്ടെ ഇൻസ്ട്രക്ടർമാരും അതോടൊപ്പം തന്നെ പഠിപ്പിക്കുന്നവരും എല്ലാവരും അറിഞ്ഞിരിക്കണം. പ്രാക്ടീസ് ഇല്ല എങ്കിൽ നമ്മൾ എപ്പോഴും താഴേക്ക് പോകുള്ളൂ. നമ്മുടെ അഥവാ സ്ട്രെങ്ത് നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ, സെൽഫ് ഡിഫൻസ് വേണമെങ്കിൽ, നല്ലൊരു പേഴ്സണൽ ഡെവലപ്പ് ഉണ്ടാകണമെങ്കിൽ കരാട്ടെ അഭ്യസിക്കണം. അതിന് ഈ പറഞ്ഞതുപോലെ നല്ല കരാട്ടെ മാസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് തന്നെ നമ്മൾ പഠിക്കണം. അതിലൊരു ഗ്രേഡോ സർട്ടിഫിക്കറ്റോ അസോസിയേഷൻ അല്ല, പഠിപ്പിക്കുന്നവരെ നമ്മൾ കണ്ടെത്തുക, പഠിപ്പിക്കുക, അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കണം. അങ്ങനെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും. കരാട്ടയ്ക്ക് പുതിയ മാനം നൽകാൻ വേണ്ടി ഈ ഒരു അസോസിയേഷന് കഴിയട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഏത് സ്റ്റൈലായാലും ഏത് അസോസിയേഷന്റെ ആയാലും നല്ല രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കുന്ന നല്ല മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരെ തേടി നമ്മൾ പഠിപ്പിക്കുക. അവർക്ക് എന്തായാലും ഒരു ഗുണമുണ്ടാകും. എന്തായാലും ഇവിടെ വൈൻഡപ്പിയാണ്. പിന്നീട് നമുക്കിത് ഇൻസ്റ്റാഗ്രാമിൽ അതോടൊപ്പം തന്നെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് കുറച്ച് കാഴ്ച കൂടി കണ്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ ഗോപാൽ അങ്ങനെ ഗോപാൽ ഫൈനൽ ചെയ്യാം. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനതാ ന്യൂസ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക.